നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമെങ്കിൽ നിയമങ്ങളും ചട്ടങ്ങളും പൊളിച്ചെഴുതണമെന്ന് മന്ത്രി കെ രാജൻ. ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന ചിന്ത അപകടകരമാണെന്ന് ഒല്ലൂർ പ്രസ് ക്ലബ് വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപകരുടെ പ്രതിഷേധ സംഗമം BJP പാലക്കാട് മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KCB ഓഫീസ് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമെങ്കിൽ നിയമവും ചട്ടവും പൊളിച്ചെഴുതുമെന്ന് മന്ത്രി കെ രാജൻ. നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ലെന്നും ആവശ്യമെങ്കിൽ പൊളിച്ചെഴുതുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ സർക്കാർ നിരവധിയായ ലക്ഷ്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച് വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ടു പോകുമ്പോഴും പലവിധ കാരണങ്ങളാൽ ജനങ്ങളിൽ എത്തിച്ചേരേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി എത്തിച്ചേരുന്നില്ല എന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരാണ് നവകേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടി 4 മിഷനുകൾ അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 8.5 വർഷമായി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത് അതിനായി 4 മിഷനുകൾ അവതരിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആരോഗ്യ സുരക്ഷയ്ക്കായി ആർദ്രം, ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിനായി ലൈഫ് മിഷൻ, മാലിന്യമുക്ത കേരളം സാക്ഷാത്കരിക്കുന്നതിന് ഹരിത കേരളം എന്നിവയാണ് മിഷനുകൾ. 4 മിഷനുകൾ 4 ദീർഘവീക്ഷണങ്ങളാണ്. കേരളത്തിൽ സയൻസ് വിഷയത്തിന് മാത്രമല്ല ഭാഷാ വിഷയത്തിനും ലാബ് ഉണ്ടാക്കി. പബ്ലിക് സ്കൂളുകളെ വെല്ലുവിളിക്കുന്നവയാക്കി പൊതുവിദ്യാലയങ്ങൾ. വസൂരിപ്പുരകളിൽ ദുരന്തത്തിന്റെ തീക്കാറ്റേറ്റ് വാങ്ങിയ ചരിത്രമുള്ള കേരളം കോവിഡ് ലോകമാകെ പിടിച്ചുകുലുക്കുകയും ലക്ഷത്തോളം പേരെ ഇല്ലാതാക്കുകയും ചെയ്തപ്പോൾ കോവിഡിന്റെ അപകടങ്ങൾ ആ വിധത്തിൽ പ്രതിഫലിപ്പിക്കാത്ത നാടായി കേരളത്തിന് മാറാൻ കഴിഞ്ഞത് ആരോഗ്യമേഖലയിൽ കേരളം അവതരിപ്പിച്ച നടപടികൾ മൂലമാണ്. 8.5 വർഷക്കാലത്തിനിടയിൽ ലൈഫ് മിഷനിലൂടെ 4,54,000 വീടുകൾ നിർമ്മിച്ചു. പട്ടയ മിഷനിലൂടെ 3,75,000-ഓളം ഭൂരഹിതരെ പട്ടയ ഉടമകളാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 3 മിഷൻ പ്രവർത്തനങ്ങളിൽ മുന്നേറുകയാണിപ്പോൾ. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിനുള്ള പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ്. 3 വർഷത്തിന് മുൻപ് കണ്ടെത്തിയ 66,000 പേരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യം. രണ്ടാമത്തെ മിഷൻ 2025 മാർച്ച് 31 ലോക മാലിന്യമുക്ത ദിനത്തിൽ മാലിന്യമുക്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനും സംസ്ഥാനം ഒരുങ്ങുകയാണ്. 3. എല്ലാ കിടപ്പ് രോഗികൾക്കും സാന്ത്വന പരിചരണം ഉറപ്പുവരുത്തുന്നതും മിഷന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. 4ാമത്തെ മിഷൻ ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും മാന്യമായി കുടുംബം പോറ്റാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കി വരിക എന്നതാണെന്നും മന്ത്രി പറഞ്ഞു. 94-ലെ പഞ്ചായത്ത് രാജ് ആക്ട് ചട്ടം 279 പ്രകാരം പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമി റവന്യൂവിന് കൈമാറാൻ അനുബന്ധമായ നിയമമുണ്ടെങ്കിലും പഞ്ചായത്ത് മുതൽ സെക്രട്ടേറിയറ്റ് വരെ കറങ്ങി തീരുമാനമാകാത്ത നിലയിലായിരുന്നു അപേക്ഷകൾ. 2008 മുൻപ് വാങ്ങിയ ഭൂമി 10 സെന്റിൽ കുറവ് സ്ഥലം മാത്രമുള്ളയാൾക്ക് DTR-ൽ രേഖപ്പെടുത്തിയ ഭൂമി നിലമാണെങ്കിൽ പോലും മറ്റു ഭൂമി ഇല്ലെങ്കിൽ തരം മാറ്റാതെ 1255 ചതുരശ്ര അടിയുള്ള വീട് വയ്ക്കാനും 600 ചതുരശ്ര അടിയുള്ള കടയുമാണ് പണിയുന്നതെങ്കിൽ തരം മാറ്റാതെ തന്നെ അനുമതി നൽകാൻ നിയമമുണ്ട്. കെട്ടിടം പണിത ശേഷം തരം മാറ്റിയെടുക്കാം. വടക്കാഞ്ചേരി അവണൂർ പഞ്ചായത്തിൽ കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിൽ അനുമതി നൽകിയത് തൃശൂർ ജില്ലയിലാണെന്നത് അഭിമാനകരമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന ചിന്ത അപകടകരമാണെന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികം ഒല്ലൂർ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് ചിലരുടെ ശ്രമം. അതിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും കേരളത്തിൽ മാധ്യമപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിനാൽ സത്യം വിളിച്ചു പറയാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്നും
വളരെ സമ്മർദ്ദം അനുഭവിക്കുന്ന ഗ്രൂപ്പാണ് മാധ്യമപ്രവർത്തകരെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ ആദർശം മാധ്യമപ്രവർത്തകർക്കും ബാധകമാണെന്നും സത്യം വിളിച്ചു പറയാനുള്ളവരെന്ന പൂർണ്ണബോധ്യം മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകണമെന്നും സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന TV അച്യുതവാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ നേടിയ US ശ്രീശോഭ്, പ്രദീപ് ഉണ്ണി, പ്രസ് ക്ലബ് എക്സലൻസ് അവാർഡ് നേടിയ ജോയ് ഇലാൻ, ജീവകാരുണ്യ പ്രവർത്തകനായ ബിജു എടക്കളത്തൂർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, പ്രസ് ക്ലബ് സെക്രട്ടറി KR ഔസേപ്പ്, കോർപ്പറേഷൻ കൗൺസിലർമാരായ CP പോളി, കരോളിൻ ജെറിഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സ്ട്രെസ്ഫുൾ ആണെന്ന് പറയാൻ കാരണം എന്താ? എന്ത് സംഭവിച്ചാലും ആദ്യം ഞങ്ങളെപ്പോലെ എത്തുന്നവരാണ് നിങ്ങളല്ലേ. നിങ്ങളാണ് ഏറ്റവും ആദ്യം ഞങ്ങളെപ്പോലെ എന്ത് സംഭവിച്ചാലും ആദ്യം ഞങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും നിങ്ങളാണല്ലോ കുത്തിരിപ്പുണ്ടാക്കുന്നത്. അവരെത്തിയില്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ തന്നെ ആദ്യം ഓടിയെത്തുന്ന, രാത്രിയൊന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ ഇവിടെയും ആദ്യം ഓടിയെത്തുന്ന ഗ്രൂപ്പാണ് നിങ്ങൾ. ഒരുപക്ഷെ വളരെ വൈകി വീട്ടിലെത്തി കിടക്കും കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോഴാണ് അടുത്ത ഗോൾ വരുക. അവിടെ ഒരു സംഭവം അങ്ങോട്ടേക്ക് പോകണം. അതിന് വരുമ്പം പോകാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് നിങ്ങൾ. പൊതുപ്രവർത്തകന്മാരെ കുറിച്ച് പറയുന്ന പോലെ തന്നെ വളരെയധികം സമ്മർദ്ദം അനുഭവിക്കുന്ന, വളരെയധികം തിരക്കുള്ള ഒരു ഗ്രൂപ്പാണ് ഈ മീഡിയ. നിങ്ങളുടെ ഓഡിയോ വീഡിയോ AVF പറഞ്ഞു, ഓഡിയോ വീഡിയോ ഓഡിയോ വീഡിയോ വിഷ്വൽസിൽ പിറൈ പറഞ്ഞത് ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്നാണ്. 4th എസ്റ്റേറ്റ്. ജനാധിപത്യത്തിന്റെ 4ാം തൂണ് തന്നെ നിങ്ങൾ തർക്കമാണ്. ജനാധിപത്യത്തിന്റെ തിരുത്തൽ ശക്തി കൂടിയാണ് നിങ്ങൾ. റെക്ടിഫൈ ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ പോരായ്മകൾ സംഭവിക്കുമ്പോൾ അതിന് തിരുത്താനും ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങളാണ് രാജ്യം നിർവഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം. പക്ഷേ മാധ്യമപ്രവർത്തകർ ഒരു ഇവിടെ ലാസ്റ്റ് ആ പ്രയറിന്റെ അവസാനത്തിൽ വരികയുണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും ബാധകമാണ്. ഞാൻ ഓർത്ത് വെച്ചു, പെട്ടെന്ന് സംസാരം മാത്രം മറന്നുണ്ട്. ആദർശം എന്ന് പറഞ്ഞാണ് പ്രയറിൽ ആ സ്ത്രീ, അദ്ദേഹം ആ ലേഡി പാട്ട് അവസാനിപ്പിച്ചത്. അപ്പൊ അത് ഞങ്ങളെ പോലെ നിങ്ങൾക്കും ബാധകമാണ്. ആദർശം പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല, സാമൂഹിക പ്രവർത്തകർക്ക് മാത്രമല്ല, ആദർശം ജേർണലിസ്റ്റുകൾക്ക് കൂടി ബാധകമാണ്. അതുകൊണ്ടായിരിക്കും വളരെ കൃത്യമായി ആ ലേഡി പ്രാർത്ഥനാഗാനം അവസാനിപ്പിക്കുന്നത് ആ ഒരു വരി വെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആദർശം കളഞ്ഞു കുടിക്കാതെ പൊതുപ്രവർത്തകന്മാർ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകന്മാർ മുന്നോട്ട് പോകണം. പോത്തുപാറ പട്ടികവർഗ ഉന്നതിയിലെ 24 കുടുംബങ്ങളുടെ ഭവന നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിച്ചു. ജില്ലയിലെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആനക്കയം നിവാസികളെ 2018-ലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 24 കുടുംബങ്ങൾക്ക് പോത്തുപാറയിൽ കൈവശ രേഖ നൽകിയിരുന്നു. ഇവർക്ക് PM ജന്മൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ഉദ്ഘാടനം ഊരുമൂപ്പൻ ചന്ദ്രന്റെ വീടിന്റെ തറക്കല്ലിട്ടുകൊണ്ടാണ് ജില്ലാ കളക്ടർ നിർവഹിച്ചത്. വനാവകാശ നിയമപ്രകാരം ഇപ്പോൾ താമസിക്കുന്ന ഭൂമിക്ക് അവകാശം ലഭിക്കുന്നതിനുള്ള സംസ്ഥാന തലത്തിൽ നിന്നുള്ള അംഗീകാരം ലഭ്യമായ ഉടൻ തന്നെ കൈവശാവകാശ രേഖയും വീട് വയ്ക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സോമിനി മണിലാൽ, വാർഡ് മെമ്പർ അഷിത, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ഷോളയർ റേഞ്ച് ഓഫീസർ സൂരജ്, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടർ അഭിജിത്ത്, ചാലക്കുടി തഹസിൽദാർ ജേക്കബ് ഫിലോകാലിയ, ഡയറക്ടർ മാരിയു ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഭവന നിർമ്മാണത്തോടനുബന്ധിച്ച് പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ നിന്നും 24 കുടുംബങ്ങൾക്കും കുടിൽ കെട്ടുന്നതിനായുള്ള ടർപോളിൻ ഷീറ്റുകളുടെ വിതരണവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. 4 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന വിധത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഇടത് സർക്കാരിന്റെ കൊള്ളയ്ക്കെതിരെ KPCC ആഹ്വാനപ്രകാരം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. രാവിലെ 10 മണിക്ക് നടന്ന മാർച്ച് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു.
പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ, കോർപ്പറേഷൻ UDF ലീഡർ രാജൻ ജെ പല്ലൻ, തിമോത്തി വടക്കൻ, KP രാധാകൃഷ്ണൻ, ബിന്ദു കുമാരൻ, ഗോപാലകൃഷ്ണൻ, ജോർജ് ചാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ എവിടെയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഓരോ ദിവസവും നിത്യോപയോഗ സാധനങ്ങൾക്ക് ഭീമമായി വില വർദ്ധിക്കുന്നു. ഗ്യാസിന് വില വർദ്ധിക്കുന്നു, വെള്ളത്തിന് വില വർദ്ധിക്കുന്നു. ഇപ്പോൾ വൈദ്യുതി ചാർജ് 3 സ്ലാബുകളാക്കി ഉപയോഗക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ വർധനവിലേക്കാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി മേഖല കൈകാര്യം ചെയ്യുന്നവർ. ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയാണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിലും വൈദ്യുതി നിരക്ക് ഭീമമായി വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് KSEB സെക്ഷൻ ഓഫീസിലേക്ക് ജനകീയ മാർച്ചും പ്രതിഷേധ യോഗവും നടത്തി. പ്രതിഷേധ പൊതുയോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനുണ്ടാക്കിയിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കി. നിലവിലുള്ള LDF സർക്കാർ 3 ഇരട്ടി അധിക നിരക്കിൽ പുതിയ കരാർ നടപ്പിലാക്കിയതാണ് KSEBയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് വെട്ടിക്കുറയ്ക്കണമെന്നും MP വിൻസെന്റ് ആവശ്യപ്പെട്ടു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഭാസ്കരൻ ആദങ്കാവിൽ, KC അഭിലാഷ്, റോയ് K ദേവസി, KP ചാക്കോച്ചൻ, ബാബു തോമസ്, ബിന്ദു കാട്ടുങ്ങൽ, MU മുത്തു, ജോൺസൺ മല്ലിയത്ത്, റജി പാണങ്കുടിയിൽ, MA മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷിബു പോൾ, എഡിസൺ, KP എൽദോസ്, ജിത് ചാക്കോ, PU ചന്ദ്രശേഖരൻ, ജിന്നി ജോയ്, മിനി വിനോദ്, ഷേർലി മോഹൻ, ഫസീല, നൌഷാദ് സുകുമാരൻ, ഭാസ്കരൻ K മാധവൻ, VA കൃഷ്ണൻ, MG രാജൻ, രാജു കാവ്യത്ത്, VB ചന്ദ്രൻ, വാസുദേവൻ, ജോണി അരിമ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്തിനു വേണ്ടി ചെയ്യുന്നു, എന്താണ് കാരണം എന്നുള്ളതിൻ്റെ ഹ്രസ്വരൂപം ഇവിടെ പറയുകയുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വളരെ മൃഗീയമായ രീതിയിൽ കൂടുതലാക്കി ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലേറെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ വലിയ ധർണ ഇന്ന് പട്ടിക്കാട് KSEBയുടെ ഓഫീസിന് മുമ്പിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട C വിജയകുമാറിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേറ്റീവ് കോളേജിൽ നടന്ന KP വിശ്വനാഥൻ അനുസ്മരണ സമ്മേളനം TJ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ മേയർ K രാധാകൃഷ്ണൻ, തൃശൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ N ശ്രീകുമാർ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, DCC സെക്രട്ടറി അയൂബ്, കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് TR ജോയ്, സംഘം വൈസ് പ്രസിഡന്റ് AG നാരായണൻ, കോളേജ് പ്രിൻസിപ്പാൾ T സുരേഷ് കുമാർ, കോളേജ് യൂണിറ്റ് KCEF പ്രസിഡന്റ് ആൻഡോ ചീനിക്കൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഘം ഡയറക്ടർ ആൻഡോ കൊണ്ടുകുളം സ്വാഗതവും കോളേജ് വൈസ് പ്രിൻസിപ്പൽ വിപിൻ KS നന്ദി പ്രകാശനവും നിർവഹിച്ചു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം MLA ആണ്. നീണ്ട 20 വർഷക്കാലം ഞങ്ങളുടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും അധികം തവണ നിയമസഭയിലേക്ക് മത്സരിച്ച നേതാവാണ്. ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പിന്തലമുറക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും
ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപകരുടെ പ്രതിഷേധ സംഗമവും സമരപ്രഖ്യാപന കൺവെൻഷനും പുത്തൂരിൽ നടത്തി. 10 വർഷം മുൻപ് ഭരിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. അവർക്കെതിരെ സമരം നടത്തിയവരെ കൂട്ടി CPM നേതൃത്വത്തിൽ ഭരണം പിടിച്ചെടുത്തു. എന്നാൽ കുറ്റക്കാർക്കെതിരെ ഭരണസമിതി നടപടികൾ എടുത്തില്ലെന്ന് മാത്രമല്ല, നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കുന്നുമില്ലെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജോയ് തോമസ് പറഞ്ഞു. ഡിസംബർ 30-ന് ബാങ്കിലേക്ക് മാർച്ച് നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പോലീസ് ഉടനെ കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും സർക്കാർ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് നിക്ഷേപകർക്ക് പണം കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP പുത്തൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് ഞാറ്റുവെട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ സെൽ ജില്ലാ കൺവീനർ MV സുരേഷ് സമര പരിപാടികൾ വിശദീകരിച്ചു. OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കാക്കനാട്ട്, പുതുക്കാട് മണ്ഡലം സഹകരണ സെൽ കൺവീനർ ബൈജു ചെലിക്കര, സഹകരണ സെൽ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീതി, പുത്തൂർ സമരസമിതി കൺവീനർ സതീശൻ, ചെയർമാൻ KD ജോസഫ്, പോൾ, ഹരിദാസ് M എന്നിവർ സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്ററുമായിരുന്ന വാസുദേവൻ അന്തിക്കാടിനെ തൃശൂർ പ്രസ് ക്ലബ്ബ് അനുസ്മരിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, BJP ദേശീയ കൗൺസിൽ അംഗം MS സമ്പൂർണ്ണ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ സാം, പ്രസ് അക്കാദമി ഉപാധ്യക്ഷൻ ES സുഭാഷ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷനായി. ദേശാഭിമാനി അസിസ്റ്റന്റ് എഡിറ്റർ KN സനിൽ, N ശ്രീകുമാർ, ജോയ് മണ്ണൂർ, ബെന്നി അന്തിക്കാട്, VM രാധാകൃഷ്ണൻ, രവി ജോസ് താണിക്കൽ, ഫ്രാങ്കോ ലോയിസ് തുടങ്ങിയവരും സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് ട്രഷറർ TS നീലാംബരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ നന്ദിയും പറഞ്ഞു. ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള വാസുദേവ മാഷ്, ഞങ്ങളൊക്കെ വാസുദേവ മാഷ് വിളിക്കാൻ കാരണം, ഞാനൊക്കെ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്
അധികാട്ടെ ട്യൂട്ടർ കോളേജില് മാസ്റ്റർക്ക് അധ്യാപകനായി പ്രവർത്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം മുതൽ തന്നെ വാസവ മാഷുമായി അടുത്ത ബന്ധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം അന്തിക്കാട് CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയായും അദ്ദേഹം കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഫിലിപ്പൈൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാർ അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എന്നിവ ഒരുക്കി മറൈൻ എക്സ്പോ പള്ളിത്താമം ഗ്രൗണ്ട് വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം ഡിസംബർ 19 വൈകുന്നേരം 6 മണിക്ക് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. ഫിലിപ്പൈൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാരാണ് പ്രധാന ആകർഷണം. സ്കൂബ ഡൈവിംഗും അക്രലിക് ടണൽ അക്വേറിയവും വൈവിധ്യങ്ങളായ വിദേശികളും സ്വദേശികളുമായ ലക്ഷങ്ങൾ വില വരുന്ന മത്സ്യങ്ങളും അക്വേറിയത്തിലുണ്ട്. വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസ്കസ്, ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഷാർക്ക്, വിദേശിയായ തെരണ്ടി തുടങ്ങി 1000-ൽ പരം മീനുകളും അക്രലിക് അക്വേറിയത്തിലൂടെ കയ്യെത്തും ദൂരത്ത് കണ്ടാസ്വദിക്കാം. 200 അടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്രിലിക് ഗ്ലാസ് ടണലും 400 അടി നീളത്തിൽ അക്വാറിയങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ ഒരു എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിക്കുന്നത്. 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഐ സൈക്കിൾ കേവ് എന്ന പേരിൽ ഐസേജ് സിനിമയിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ ഗഡ്, സോട്ടോ, സിഡ്, എലി ഡിറ്റോമാനി, ബക്ക്, ക്രാക്ട് എന്നിവരെ ഒരുക്കിയിരിക്കുന്നു. അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. 8 തരം പെൻഗ്വിനുകൾ, മാമത്ത് എലിഫന്റ്, വേട്ടയാടുന്ന നായ്ക്കൾ, ഐസ് ടൈഗറുകൾ, പോളാർ കരടി എന്നിവയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. എംപറർ പെൻഗ്വിൻ, കിങ് പെൻഗ്വിൻ, ജെൻഡു പെൻഗ്വിൻ, മക്കറോണി പെൻഗ്വിൻ, ചിൻസ്ട്ര പെൻഗ്വിൻ, റോപ്പ് ഹോപ്പർ പെൻഗ്വിൻ, എഡിലി പെൻഗ്വിൻ എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഐസേജ് സിനിമയിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും നടീനടന്മാർ, രാക്ഷസ കഥാപാത്രങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യമായി ഇറക്കുമതി ചെയ്ത അമ്യൂസ്മെന്റ് റൈഡുകൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണ പാനീയ വിഭവങ്ങൾ, വിവിധ തരം ഐസ്ക്രീമുകൾ എന്നിവയ്ക്കൊപ്പം മറ്റനേകം അപൂർവ വിഭവങ്ങളും ലഭ്യമാക്കുന്ന ഫുഡ് കോർട്ടും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. എക്സിബിഷൻ രംഗത്തെ അതികായരായ 5 പതിറ്റാണ്ട് പ്രവൃത്തി പരിചയമുള്ള AK നായരുടെ A to Z ഇവന്റ്സ്, ഇന്ത്യയിലെ അമ്യൂസ്മെന്റ് പാർക്ക് രംഗത്തെ മുൻനിരയിലുള്ള ഫൺ വേൾഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ബാംഗ്ലൂർ എന്നിവർ ഒത്തുചേർന്നിട്ടാണ് വ്യത്യസ്തവും അതിനൂതന കാഴ്ചകളുമായി തൃശ്ശൂരിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. പ്രദർശന സമയം ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും 11 മണി മുതൽ 9 മണി വരെ, മറ്റു ദിവസങ്ങളിൽ 2 മണി മുതൽ 9 മണി വരെ. ഈ പ്രദർശനം ജനുവരി അവസാനം വരെ ഉണ്ടായിരിക്കുന്നതാണ്. ദൈവം മിണ്ടാപ്രാണികളുടെയും കൂടിയാണെന്ന് തെളിയിച്ച് അച്ചുവിൻ്റെ അച്ഛൻ. പിതാവായ ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ ഏറ്റവും നല്ലതും പൂർണ്ണതയുമുള്ളതായ സമ്മാനമാണ് അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു. സ്വർഗത്തിൽ നിന്നും ആ സമ്മാനത്തെ ഭൂമി ഏറ്റുവാങ്ങിയ സുന്ദരവും സന്തോഷകരവുമായ ഓർമ്മയാണ് ക്രിസ്മസിൽ നാം അനുസ്മരിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റേതായ മനോഹാരിതയും മഹത്വവും ഗുണങ്ങളുമുണ്ട്. മിണ്ടാപ്രാണികൾക്കുമുണ്ട് പ്രത്യേകത. അതെ, ദൈവം മിണ്ടാപ്രാണികളുടെയും കൂടിയാണെന്ന് മുക്കാട്ടുകര ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ നമുക്ക് കാണിച്ചു തന്നു. മുക്കാട്ടുകര ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ സ്വന്തം ജീവൻ പോലും നോക്കാതെ പാതിരാത്രിയിൽ വളർത്തുപൂച്ചയായ അച്ചുവിനെ രക്ഷിക്കുന്നതിനിടയിൽ 1.5 മാസം മുൻപ് അപകടം പറ്റി കാലിൽ എല്ല് പൊട്ടി ഓപ്പറേഷൻ നടത്തി ചികിത്സയിലാണ്. അദ്ദേഹം മനുഷ്യരോടും മൃഗങ്ങളോടും നല്ല പരിഗണന നൽകി വന്നിരുന്ന നല്ല ഇടയനാണ്. അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും പൂച്ചയെ പറ്റിയാണ് അന്വേഷിച്ചിരുന്നത്. പൂച്ചയെ ലഭിച്ചുവെന്ന് മനസ്സിലായപ്പോഴാണ് മനസ്സ് ശാന്തമായത്. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി പരിസരത്ത് വരുന്ന പ്രാവുകൾക്ക് അരിയും വൈകിട്ട് ഊണ് കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള പൂച്ചകൾക്ക് ഭക്ഷണവും നൽകി വരുന്നു. കൂടാതെ തത്തകളെ വളർത്തുന്നുമുണ്ട്. പട്ടികളോടും പരിഗണന കാണിക്കുന്ന വ്യക്തിത്വമാണ്. ചുരുക്കി പറഞ്ഞാൽ തീർത്തും മനുഷ്യസ്നേഹിയും മൃഗസംരക്ഷകനുമാണ്. ഇത് കാരണം കുറച്ച് കുത്തുവാക്കുകളും കേൾക്കാനിട വന്നിട്ടുണ്ട്. ദൈവത്തോടും മനുഷ്യരോടും മറ്റ് ദൈവ സൃഷ്ടികളോടും മമത കാണിക്കുന്ന പോൾ പിണ്ടിയാൻ അച്ഛനെ പോലുള്ളവർ സമൂഹത്തിൽ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചുവെന്ന് ഇപ്പോഴത്തെ പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഗുരുവായൂരിൽ വിജയ് ദിവസിന്റെ ഭാഗമായി 1971 യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരെ ആദരിച്ചു. ദേശീയ പതാക കൈകളിലേന്തിയ പട്ടാളക്കാരെ ആദരണ ചടങ്ങിൽ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PG സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ NCCയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് INTC നേതാവും MLAയുമായിരുന്ന PR ഫ്രാൻസിസ് 100ാം പിറന്നാളിന്റെ നിറവിൽ.
അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ജന്മനാട് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. 4 തവണ ജനപ്രതിനിധി എന്ന നിലയിൽ ഒല്ലൂരിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കാലാതീതമാണ്. അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായും PR ഫ്രാൻസിസ് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെയും നവോത്ഥാനത്തിന്റെയും തൊഴിലാളി വർഗ സമര മുന്നേറ്റത്തിന്റെയും കനൽ പാതകൾ താണ്ടി ജനമനസ്സുകളിൽ അമരത്വം നേടിയ അതുല്യ നേതാവാണ് PR. അധ്വാനിക്കുന്നവരുടെയും വേദനിക്കുന്നവരുടെയും രാഷ്ട്രീയം PR-ന് അക്കാദമികമായിരുന്നില്ല, മറിച്ച് ജീവിതാനുഭവമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് പൊതുരംഗത്ത് പ്രവേശിച്ച PR എന്നും ജനങ്ങൾക്കൊപ്പമായിരുന്നു. ജന്മിത്തവും ജാതീയതയും അന്ധവിശ്വാസങ്ങളും നടമാടിയിരുന്ന തൻ്റെ ദേശത്തെ രാഷ്ട്രീയ ബോധമുള്ള പൗരസമൂഹമാക്കി മാറ്റി തീർക്കുന്നതിൽ PR വഹിച്ച പങ്ക് കാലാതീതമാണ്. ത്യാഗോജ്വലമായ കാലഘട്ടത്തിലെ മഹാമനുഷ്യരിൽ നിന്ന് കൊളുത്തിയെടുത്ത ആദർശ ജ്വാലയുമായി തൻ്റെ കർമ്മപദങ്ങളിൽ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും മായാമുദ്ര പതിപ്പിച്ച PR ഫ്രാൻസിസിൻ്റെ ജന്മശതാബ്ദി ആഘോഷം 2024 ഡിസംബർ 19 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ഒല്ലൂർ പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആഘോഷ കമ്മിറ്റി ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ ജെജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് വിവിധ ഭാഷകളിലെ അതിമനോഹര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഹൃദയരാഗങ്ങൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാൻ ജെജു സെബാസ്റ്റ്യൻ, ജനറൽ കൺവീനർ റിസൻ വർഗീസ്, ട്രഷറർ ഡേവിസ് ചെക്കാലക്കൽ, കോർഡിനേറ്റേഴ്സ് സനോജ് കാട്ടുങ്ങൽ, A ജോസ്, സന്ദീപ് സഹദേവൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്: ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. ഓട്ടുപാറ സെന്ററിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ബൈക്ക് യാത്രക്കാരനായ അകമല ചക്യാറ കരിപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള അനിൽകുമാറിനാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിനെ ഉടൻ തന്നെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 6 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ മണ്ണുത്തി പോലീസിന്റെ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 6 കിലോയിലധികം തൂക്കം വരുന്ന കഞ്ചാവുമായി കുഴിക്കാട്ടുശ്ശേരി വരത്തനാട് സ്വദേശിയായ പരിയാടൻ വീട്ടിൽ ലെനിൻ ജോൺസൺ, എറണാകുളം ചെല്ലാനം സ്വദേശിയായ സ്റ്റെമിൻ എന്നിവരെയാണ് മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ KG ബൈജുവും സംഘവും പിടികൂടിയത്. 14-ാം തീയതി രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച കഞ്ചാവുമായി വിൽപ്പന നടത്തുന്നതിനിടെയാണ് തോട്ടപ്പടിയിൽ വന്നിറങ്ങിയിട്ടുണ്ടെന്ന സ്റ്റേഷനിലേക്ക് രഹസ്യവിവരം ലഭിച്ചത്. രഹസ്യവിവരത്തെ തുടർന്ന് മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ ബൈജുവും സംഘവും സ്ഥലത്തെത്തി. സ്ഥലത്തെ പരിശോധനയിൽ രഹസ്യവിവരത്തിൽ പറഞ്ഞ വ്യക്തികളെ കണ്ടെത്തുകയും ചെയ്തു. പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 2 പേരെയും ബലം പ്രയോഗിച്ച് പിടികൂടുകയായിരുന്നു. കൈവശമുണ്ടായിരുന്ന ബാഗിൽ പരിശോധന നടത്തിയതിൽ 6 കിലോയിലധികം കഞ്ചാവ് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്തു.
ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗം 17-ന് ചൊവ്വാഴ്ച 10 മണി മുതൽ പുഴയോരം ഗാർഡനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാറ്ററിംഗ് എങ്ങനെ സുതാര്യവും ലാഭകരവുമാക്കാമെന്ന വിഷയത്തിൽ കാറ്ററിംഗ് ഉടമകൾ സംസാരിക്കും. 5 മണി മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. DJ മ്യൂസിക്കും കുടുംബസംഗമവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ യു സുരേഷ്, ഷമീർ നൈസ്, സെക്രട്ടറി ബാലൻ കല്യാണീസ്, TM പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. മുക്കാട്ടുകര സെന്റ് ജോർജ് ഇടവക ദർശന സഭാ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ മലബാർ ഐ ഹോസ്പിറ്റൽ, ഹേമാസ് ലബോറട്ടറി എന്നിവരുടെ സഹകരണത്തോടെ ഞായറാഴ്ച ഇടവക പാരിഷ് ഹാളിൽ വെച്ച് സൗജന്യ നേത്രപരിശോധന ക്യാമ്പും രക്തപരിശോധന മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഇടവക അസിസ്റ്റന്റ് വികാരി ആന്റണി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുക്കാട്ടുകര ദേശത്തെ 300ഓളം പേർക്ക് സൗജന്യ ചികിത്സ പ്രദാനം ചെയ്യാൻ ക്യാമ്പ് മുഖേന സാധിച്ചു. ദർശന സഭാ പ്രസിഡന്റ് വാറുണ്ണി മേനാശ്ശേരി, സെക്രട്ടറി ജോർജ് ഫിലിപ്പ്, ഇടവക കൈക്കാരന്മാർ, ദർശന സഭാംഗങ്ങൾ, ഇടവക PRO നിതിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ കേരള കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് സംഘ് വെള്ളാനിക്കര സംഘം പ്രതിഷേധിച്ചു. തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വർഷത്തിൽ 20 കാഷ്വൽ ലീവ് എന്നത് 15 വെട്ടിക്കുറച്ചതിനെതിരെയും വർഷത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 16 പൊതു അവധികൾ 13 ചുരുക്കിയതിനെതിരെയുമാണ് വർക്കേഴ്സ് സംഘ് പ്രതിഷേധിച്ചത്. തൊഴിലാളിക്ക് ലഭിക്കേണ്ടതായ എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുകയും ഉള്ള ആനുകൂല്യങ്ങൾ പോലും പിടിച്ചു പറിക്കുകയും ചെയ്തുകൊണ്ട് തൊഴിലാളി വർഗ സർക്കാർ എന്ന് മേനി നടിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികളാണ് ചെയ്തു വരുന്നത്. CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരും ഈ സർക്കാരിലെ കൃഷി വകുപ്പ് കൈയാളുന്ന CPIയും ചേർന്ന് നടപ്പിലാക്കിയ ഈ തൊഴിലാളി ദ്രോഹ നടപടിക്കെതിരെ ജാള്യത മറയ്ക്കാൻ CPI സംഘടന സംഘടിപ്പിച്ച പരിപാടി പരിഹാസ്യമായപ്പോൾ ഈ ഉത്തരവിറക്കിയത് ഞങ്ങളല്ലെന്നും ഗവർണറാണെന്നുമുള്ള വിദണ്ഡവാദമുയർത്തി തൊഴിലാളികളെ പറഞ്ഞു പറ്റിക്കാനാണ് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ ശ്രമിച്ചതെങ്കിലും ഈ നുണ തൊഴിലാളികൾ തിരിച്ചറിയുകയും ഈ വാദത്തിലൂടെ തങ്ങളുടെ നേതാക്കന്മാരുടെ അറിവും നിലവാരവും അവർക്ക് മനസ്സിലായി എന്ന് പരിഹസിക്കുകയും ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്നും കാലാകാലങ്ങളായി ഇറക്കുന്ന സർക്കാർ ഉത്തരവുകൾ സർവകലാശാലയിലെയും ബാധകമാകുന്ന പതിവുള്ളതിനാൽ ഈ ഉത്തരവ് സർവകലാശാലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ വൻ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വർക്കേഴ്സ് സംഘം വെള്ളാനിക്കര സംഘം പ്രസിഡന്റ് രഞ്ജിത്ത് KG പറഞ്ഞു. സംഘം സെക്രട്ടറി അഖിൽ ഷൺമുഖൻ സ്വാഗതവും ബിജോയ് AK നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമെങ്കിൽ നിയമങ്ങളും ചട്ടങ്ങളും പൊളിച്ചെഴുതണമെന്ന് മന്ത്രി K. രാജൻ. ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന ചിന്ത അപകടകരമാണെന്ന് ഒല്ലൂർ പ്രസ് ക്ലബ് വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപകരുടെ പ്രതിഷേധ സംഗമം BJP പാലക്കാട് മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KCB ഓഫീസ് മാർച്ച് നടത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.